സാധാരണ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നിലയുണ്ട്. ഈ ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനതൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു രീതി. പക്ഷെ ഇവിടെ കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ. അതുപോലെ PMC എന്നീ വിഷയങ്ങളിലെ CPM-ന്റെ നിലപാട് ഇടതുപക്ഷത്തിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഇലക്ഷനിൽ LDF നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ LDFന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില വിദഗ്ധന്മാരും വിദഗ്ധകളുമൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ. LDFന് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള അനൈക്യവും LDFനകത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യതയാർന്ന നിലപാട് LDFനുണ്ട്. അത് എന്താണ്? PMC-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നത് നമ്മുടെ രാജ്യത്ത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാഞ്ഞത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറയുന്ന കാര്യം.